മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നാഷണൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ. വേറെ ആരും അങ്ങനെ വിളിക്കാത്തതുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സ്വയം അവരെ അങ്ങനെയാണ് വിളിക്കുന്നത്. നാഷണൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ എന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ നാഷണൽ ക്ലബിന് ഏഷ്യൻ തലത്തിൽ ഇനി കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഇറാൻ ക്ലബ്ബായിട്ടുള്ള സെഫാനോട് കളിക്കാൻ പേടിച്ച് മുട്ടിടിച്ച് പോകാതിരുന്നതാണ്. വെറും 3 കോടി രൂപ മാത്രം സ്കോഡ് വാല്യൂ ഉള്ള ടീമിനോട് പൊട്ടിപ്പണ്ടാരം അടങ്ങി ഇനിയിപ്പം ഇറാനിലേക്ക് പോകാനുള്ള പേടി, അത് കളിച്ചു നോക്കുമെന്നുള്ള പേടി കൊണ്ടാണോ ആക്രമണമാണോ എന്തൊന്നും അറിയില്ല. പക്ഷേ അവർക്ക് ന്യൂട്രൽ വെന്യൂ വേണമെങ്കിൽ കുറച്ച് നാൾ മുമ്പേ ഡിമാൻഡ് ചെയ്യായിരുന്നു, അല്ലാതെ മത്സരത്തിന് തൊട്ട് മുമ്പൊന്നും അല്ല ഡിമാൻഡ് ചെയ്യേണ്ടത്. ഏതായാലും മത്സരം കളിക്കാൻ പോകാതിരുന്നതിനെ തുടർന്ന് നമുക്ക് പ്രശ്നമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഫുട്ബോളിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. AFC പോയിന്റ് നമ്മുടെ താഴോട്ട് പോകും. അതിനോടൊപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് 2 വർഷം AFC മത്സരങ്ങളിൽ നിന്നും വിലക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ $50,000 പിഴയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ തേടി വരും എന്നാണ് അറിയുന്നത്. അപ്പം നാഷണൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ എന്ന് സ്വയം വിളിക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നാഷണൽ ഷെയിം ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. നാഷണൽ ഷെയിം ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ഏതായാലും മോഹൻ ബഗാന്റെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ഒന്നും അല്ല. മൊലീനയുടെ ഈ ഒരു സീസൺ അത്യാവശ്യം ഡാർക്ക് സ്റ്റേജ് ആണ്. നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് കാര്യത്തിനെന്നുള്ള ചോദ്യം അവിടെ നിൽക്കും.